എന്തൊക്കെ കാണണം, നാം എന്തൊക്കെ കേൾക്കണം. വളരെ വളരെ മലീമസമായിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം. ഭാരത രാഷ്ട്രീയം മൊത്തം അങ്ങനെ ആയിരിക്കണം. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നത്, നേരിട്ട് അനുഭവിക്കുന്നതല്ലേ നമുക്കറിയാമോ. നിന്ന നിപ്പിൽ 10-60 വർഷത്തോളം ഒരു പ്രത്യയശാസ്ത്രത്തോടൊപ്പം നടന്ന് നിന്ന നിപ്പിൽ അവസരങ്ങളോ അധികാരങ്ങളോ നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, അതിനു മുന്നേ ഒരുപാട് അവസരങ്ങൾ അനുഭവിച്ചാൽ തന്നെ അപ്പം ആ തോന്നുന്ന നിമിഷത്തിൽ ഇനി തനിക്കില്ല എന്നല്ലെങ്കിൽ അത് താൻ ആഗ്രഹിച്ച് നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന പക്ഷം ഓവർനൈറ്റ് വേറൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചാടുകയാണ്. അവിടെയുള്ളവർ വേറെ ഈ മറ്റ് രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചാടുന്നു. അവിടെയുള്ളവർ അതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചാടുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചോരയും നീരും കൊടുത്ത് പണിയെടുത്ത അതാത് കക്ഷികളിലെ പ്രവർത്തകർക്ക് സീറ്റില്ല. വരുത്തന്മാർക്ക് വന്നു കയറിയവർക്ക്, ഇടയിൽ വെച്ച് വന്നു കയറിയവർക്ക് ഒക്കെ സീറ്റ് കൊടുത്ത് ഇരുത്തുന്നതും കാണാം. ഇപ്പോൾ എന്ത് തത്വാധിഷ്ഠിതമല്ലാത്തൊരു രാഷ്ട്രീയമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് വളരെയധികം വേദന തോന്നുക. രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർക്കും സാമൂഹിക ബോധവും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരമൊരു പ്രവണത കാണുമ്പോൾ വല്ലാതെ നിരാശ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് രാഷ്ട്രീയത്തിലെ മാതൃകാ വ്യക്തിത്വങ്ങളാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, അതായത് എന്ത് സന്ദേശമാണ് ഇവർ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത്? ഗ്ലിറ്ററിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത്. അല്ലാതെ സേവനമല്ല, മാനവികതയല്ല, വിശുദ്ധിയല്ല കാര്യം. ഏത് വിധേനയും കാശുണ്ടാക്കുക, ഗ്ലിറ്ററിൽ നിൽക്കുക, അധികാരവും ധനവും നാണം കെട്ടും സമ്പാദിക്കുക. അങ്ങനെ സമ്പാദിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നിലയും വരെയുള്ളൂ. അതാണ് അളവുകോൽ, വിജയത്തിൻ്റെ അളവുകോൽ എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. എത്ര അപകടകരമാണത്. പുതുതലമുറ അങ്ങനെ അത് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ എന്തു മോശമാണ്. തത്വാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പറഞ്ഞ സാമൂഹിക തിന്മയിലും ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണത്. നമുക്ക് വേണ്ടത് മാതൃകാ വ്യക്തിത്വങ്ങളാണ്. മാതൃകാ വ്യക്തിത്വത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ജീർണത സംഭവിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയത്തിൽ ഇന്നാണെങ്കിൽ രാഷ്ട്രീയ സേവനമല്ലാതായി അവരെല്ലാം തന്നെ ഹൈലി പെയ്ഡ് സെർവൻസായി മാറിയിട്ടുണ്ട്. ആ 5 കൊല്ലത്തേക്ക് അങ്ങനെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സെർവൻറ്റ് അവരുടെ ഓഫീസ് ആ ടെനറിൽ ഓഫീസ് റൈറ്റായിട്ട് അവരുടെ അധികാരം റൈറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കറപ്ഷൻ നടത്തി സ്വന്തം വാലറ്റ് വീർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താണ് ഇപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ വന്ന കുറച്ച് ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നു. അതല്ലെങ്കിലോ ജനങ്ങൾക്ക് പരിചിതമായ മുഖം പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന അടിസ്ഥാനത്തിൽ ചില പരിചിതമായ മുഖങ്ങളെ എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടെന്ന് പെൺകുട്ടികളെ, സീരിയലിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പരിചിതമായ മുഖങ്ങളെ ചിലർക്ക് പൈസ കൊടുക്കും സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട്. പൈസ കൊടുത്ത് സ്ഥാനാർത്ഥിയാവണമെന്ന് 1 കോടിയോ 2 കോടിയോ കൊടുത്ത് സ്ഥാനാർത്ഥി ആവുന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം പൈസ പിന്നീട് ഉണ്ടാക്കാമെന്നുള്ള വ്യാമോഹം, അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അത് കൊടുക്കുന്നത്. ഞാൻ ഇത്ര കോടി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര കിട്ടണമെന്നുള്ള അതിൻ്റെ ഒരു 10 ഇരട്ടി എനിക്ക് കിട്ടണം എന്നുള്ളൊരു വ്യാമോഹത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്രയും ഞാൻ ഉണ്ടാക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അത് കൊടുക്കുന്നത്. ഈ പരിചിതമായ മുഖങ്ങളാണ് ഇപ്പോൾ ഏറ്റവും തമാശ വന്നത്. അവർക്കൊരു സാമൂഹിക പ്രതിബദ്ധത, എക്സെപ്ഷൻസ് ഉണ്ടാവാം, സാമാന്യമായി പറയുകയാണ്, ഉണ്ടാവണമെന്നില്ല. അവർക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവുന്ന, രാഷ്ട്രീയ അവബോധം ഉണ്ടാവണമെന്നില്ല, സാമൂഹിക അവബോധം ഉണ്ടാവണമെന്നില്ല, സംശുദ്ധമായ സാമൂഹികയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഗാർഹികയോ പശ്ചാത്തലമോ ഉണ്ടാവണമെന്നില്ല. നൂലുമ കെട്ടി ഇറക്കുകയാണ്. പരിചിതമായ മുഖം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഒരു ആശയം അവരൊരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു ആശയം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അവർ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയവരാവണമെന്നില്ല. അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സാമൂഹിക ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. അതുമല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം, ഒരു ഐഡിയോളജി
അല്ലെങ്കിൽ വിശ്വാസ സംഹിത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനത്തിന് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളും ആവണമെന്നില്ല. വെറുതെ ഗ്ലിറ്ററിൽ നിന്ന് ജനങ്ങൾക്ക് പരിചിതമായ ഒരു മുഖത്തെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. അതൊക്കെ അപകടമാണ്. പിന്നെ കുറേ നടിമാർ അല്ലെങ്കിൽ സീരിയൽ നടിമാർ ഗൃഹ സദസ്സുകളിലേക്ക് എന്നും എത്തുന്ന മുഖങ്ങളാണ്. അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമില്ല. പക്ഷെ കേരളീയർ പൊതുവെ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അവരുടെ ചിന്താപദ്ധതിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലങ്ങളിൽ എത്രയും വിദ്യാഭ്യാസം ഉള്ളവരാണ് രാഷ്ട്രീയ പ്രബുദ്ധത കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അവരിലാണ് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തത്. അവരും ആണ് ഇപ്പോൾ ഈ സീരിയലിലും സിനിമയിലും കാണുന്ന ആൾക്കാരെ പിന്നാലെ പോകുന്നത്. കേരളീയർക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതാണ്. പണ്ടത്തെ പോട്ടെ, ഈ രമേശ് പിഷാരടി എന്ന് പറഞ്ഞ ഒരു നടനോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട് സീരിയലുമൊക്കെ ഇട്ട് ഈ മിമിക്രിയോ എന്തൊക്കെയുണ്ട്. അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടായിരിക്കാം, രാഷ്ട്രീയം അറിയാം. എങ്കിൽ കൂടി അദ്ദേഹം അങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ ചില ഇപ്പം കേൾക്കുന്ന രീതിയിലെ ചില പ്രസ്താവനകൾ ഇറക്കില്ലായിരുന്നു. അദ്ദേഹം പാലക്കാടൻ ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയാണ്, ഞാൻ ജയിക്കുകയാണെങ്കിൽ, എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരാം. എന്ത് അബദ്ധമാണ്! മമ്മൂട്ടി വിനോദ വ്യവസായത്തിൽ ഉള്ള ഒരാളാണ്, ഒരു കലാകാരനാണ്. കലാസ്വാദകരുടെ മനസ്സിൽ കലാസ്വാദകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് എന്നും ഒരു ഇടമുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവസാനിക്കും. കാരണം മമ്മൂട്ടി ആൾക്കാർക്ക് റേഷൻ വിതരണം ചെയ്യില്ലല്ലോ. മമ്മൂട്ടി ആളുകൾക്ക് ചാരിറ്റി കുറച്ച് നടത്തുമെന്നല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും മമ്മൂട്ടിക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് എന്താണ്? ഇതാണോ ഒരു രാഷ്ട്രീയ അതാണോ NDAയുടെ അല്ലെങ്കിൽ 2020 ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പാലക്കാടൻ ജനതയ്ക്ക് മമ്മൂട്ടിയെ കാണിച്ചു കൊടുക്കുന്നതാണോ? എന്ത് വിഡ്ഢിത്താണ് പറയുന്നത്! ഇങ്ങനെ തന്നെ ഇത്രയും അബദ്ധജടിലമായ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ പറയാന്ന് പറഞ്ഞാൽ അപ്പുറം എന്താണത്? അവർക്ക് മമ്മൂട്ടിയെ കണ്ടിട്ട് എന്താ കാര്യം? സന്തോഷം, മമ്മൂട്ടിയൊന്ന് കാണാം, നല്ല നടനല്ലേ. ഒരു നടനെ കാണുന്നതിലപ്പുറം വലിയൊരു നടനെ കാണുന്നതിൽ വലിയ സന്തോഷം ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അതാണോ ചെന്നിട്ട് ഇലക്ഷൻ വന്നിട്ട് പറയുന്നത്? ഞങ്ങൾ കോളേജ് യൂണിയനിൽ തെരഞ്ഞെടുപ്പുണ്ടാവും. എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറൊക്കെ ആയിരുന്നു, അക്കാദമിക് കൗൺസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ ഫൈനാൻസ് ക്ലബ് സെക്രട്ടറി പറയണേക്കാം, കുട്ടികളെ മണിയടിക്കാനായിട്ട് എൻ്റെ ഫൈനാൻസ് ക്ലബ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന്. കോളേജിലത് പറ്റും. കോളേജും അന്നൊക്കെ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ വലിയ വലിയ ഈ വിമൻസ് കോളേജിലെ പെണ്ണുങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുക. അവിടെ വലിയ വലിയ കവിയരങ്ങുകളൊക്കെയാണ് നടത്തുക. വലിയ വലിയ സംവാദങ്ങളൊക്കെയാണ്. അവരെയൊക്കെ തരം താഴ്ന്ന രീതിയിൽ പാലക്കാടൻ ജനതയെ അദ്ദേഹം കണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ അനുഗ്രഹം വാങ്ങി. മമ്മൂട്ടിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വരും. മമ്മൂട്ടിക്ക് കൃത്യമായ രാഷ്ട്രീയ പ്രചരണത്തിന് പോകുമ്പോൾ അറിയാം മമ്മൂട്ടി വഴുവഴുപ്പുള്ള പ്രതലങ്ങളിലാണോ നിൽപ്പ് എന്നുള്ളത്. മമ്മൂട്ടി കൃത്യമായൊരു എവിടെയും പറഞ്ഞിട്ടില്ല. കൃത്യമായ ഒരു രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാളാണെങ്കിലും അത് കൈരളിയിലെ ചെയർമാനായിട്ട് ഇരുന്നു എന്നല്ലാതെ വേറെ എവിടെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുത്തതായിട്ട് എനിക്കറിയില്ല. ഈ വയസ്സുകാലത്ത് അദ്ദേഹം എറണാകുളത്തപ്പൻ്റെ അവിടെ ഭക്ഷണം വിളമ്പാൻ പോയി എന്നല്ലാതെ ഒരു കൃത്യമായൊരു മനുഷ്യരുടെ പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തിന് അങ്ങനെ നിർബന്ധവുമില്ല. എന്നാലും ചിലർക്ക് ചില സംഗതികളിലൊക്കെ ഇടപെടേണ്ട മനുഷ്യരെന്ന നിലയിൽ ഇടപെടാം. അതൊന്നും അവരുണ്ടായിട്ടില്ല. അവരൊക്കെ കംഫർട്ട് സോണിൽ തന്നെയാണ് അവരൊക്കെ നിന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലയ്ക്ക് പോവുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? പരിചിത മുഖം എവിടെയുള്ള വെച്ചെങ്കിൽ ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പരിചിത മുഖം എവിടെയുള്ള വെച്ചെങ്കിൽ അതിനെ കൊണ്ടുവന്ന് നിർത്താം എന്നാണ്. ജനങ്ങളിലെ ജനങ്ങളെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു കക്ഷികളും ചെയ്തിട്ടില്ല. സാമൂഹിക നവനിർമ്മിതിയിൽ ഇവർക്ക് എത്ര കണ്ട് പങ്കാളിത്തം വഹിക്കാൻ പറ്റും, ഇവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഇവരുടെ കയ്യിൽ എത്ര കണ്ട്
ഐഡിയാസ് ഉണ്ട്, അതൊന്നും അല്ല നോക്കുന്നത്. പരിചിതമായ മുഖം. ബ്രെയിൻ പിന്നെ രാഷ്ട്രീയത്തിൽ വേണ്ടാവുന്നുണ്ട്. ഫ്രീസറിൽ വെച്ച് ഒരു ബ്രെയിൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം നമുക്ക് തീരുമാനിക്കേണ്ടതൊക്കെ വേറെ ആൾക്കാരുണ്ട്, അവർക്ക് അവിടെ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇത്തിരി ബ്രെയിനും ഇത്തിരി വ്യക്തിത്വം എന്നുള്ള ആൾക്കാർ ഈ ഇപ്പോഴത്തെ കോണ്ടംപററി പൊളിറ്റിക്സിന് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അമേരിക്കയിലെ പണ്ടൊന്നും പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ വന്നിരുന്ന ആൾക്കാർ വളരെയധികം വ്യക്തിപ്രഭാവമുള്ള ആൾക്കാരായിരുന്നു. അവരൊക്കെ ഓരോ ആശയത്തിന് പ്രതിനിധാനം ചെയ്ത വ്യക്തികളായിരുന്നു. ഈ ട്രംപ് ഒഴികെ, ഈ ഡൊണാൾഡ് ട്രംപ് ഒഴികെ അയാൾ മാത്രമാണ് നക്ഷത്ര വേശ്യാലയത്തിൻ്റെ പൈതൃകം പേറിയിട്ടും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ തലവനും ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം തികച്ചും ഒരു സൊസൈറ്റിയെ ദാർശനികമായൊരു അപചയത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, സയൻറ്റിഫിക്കലി അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, പക്ഷേ ദാർശനികമായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്ക എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്നിട്ട് പറയാം അമേരിക്ക എത്ര നിയമം റിജിഡായിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ ഈ എപ്സ്റ്റീൻ ഇത്രയധികം പെൺകുട്ടികളെ പീഡിപ്പിക്കുമോ? അവിടെ സ്ത്രീ നിയമങ്ങളൊക്കെ ഭയങ്കരമാണെന്ന് നമ്മളൊക്കെ പറയും. വെറും തട്ടിപ്പെന്ന് നമുക്ക് ശരിക്കും ഇവിടെ നമുക്ക് പരദീസിയാന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവിടേക്ക് തന്നെയാണ് ഇവിടേക്ക് പോകുന്നത്. കാരണം നമ്മൾ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലേക്കുള്ള ഒരു പോക്കാണ്. ആ ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ നിന്ന് നമ്മൾ ചൂട് മാറാൻ ശ്രമിക്കുമ്പോഴാണ് ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യാത്ത അല്ലെങ്കിൽ പൊളിറ്റിക്കലി പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാതിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു അടയാളങ്ങളാണ്. നമ്മുടെ പോക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്യാണ്. നമ്മുടെ യാത്രയിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, രാഷ്ട്രീയ അവബോധമില്ലാത്ത, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിനായി ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പരിചിതമായ മുഖം വേണം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വോട്ട് ചെയ്യലോ എന്ന ചിന്ത തുടരുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഗോവിന്ദച്ചാമി പോലത്തെ ആൾക്കാരൊക്കെ എല്ലാവർക്കും പരിചയമാണല്ലോ. അപ്പോൾ അതേപോലത്തെ വല്ല ക്രിമിനൽസിനെയും കൊണ്ടുവന്ന് പിന്നെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടല്ലോ എന്ന അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്.